ഒളശേട്ടൻ എന്നോട് പണ്ടേ ഒരു പ്രത്യേക സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ എന്നെ വിളിച്ചതൊന്നും പറഞ്ഞു തരില്ലായിരുന്നു. മനുഷ്യന് അസൂയ പാടില്ല. അനുലൂട്ടി നന്നായി പോയത് അവന് സഹിച്ചില്ല. കാന്താരിയല്ലേ കാന്താരി. എന്നാ എന്ത് ഫ്രാഡ് പണി കാണിച്ചാലും വേണ്ടില്ല, അനുലൂട്ടിയെ കടത്തി വെട്ടണമെന്ന് വാശി. അതിനുവേണ്ടി ഒപ്പിച്ചെടുത്ത ഈ സെറ്റപ്പ്. ഓഹോ, അവൻ അത്രയ്ക്കായോ? സത്യത്തിൽ ആ പെമ്പിള്ളേർക്ക് അവനോട് എന്തെങ്കിലും മതിപ്പുണ്ടോ? എവിടെന്ന്? പിന്നെ എങ്ങനെ വശമായിട്ടാ? ഒപ്പി ഒളച്ച എങ്കിൽ ഒളച്ച നമുക്ക് എന്ത് സഹിക്കാം. പക്ഷേ മാണിക്യ വീണ മുതലാളയന്തിയും മദാലസ മഞ്ജുള വാക്യുലാസിൻ അത് സഹിക്കില്ല. എന്ന് വെച്ചാ എന്ന് വെച്ചാൽ മാണിക്യ വീണയാണെന്നും പറഞ്ഞു മരവീണ കാണിച്ച് മദാലസകളെ വളയ്ക്കുന്ന ഏർപ്പാട് ഫ്രാഡ് പണി. എച്ചിത്തരവാ, എച്ചികളേത് ചെയ്യൂ. പക്ഷെ നമ്മളോട് അങ്ങനെ കാണിച്ചാൽ നമ്മളും തിരിച്ചടിക്കണം. എങ്ങനെ? അനുലൂട്ടി തിരിച്ചു അങ്ങോട്ട് ഫ്രാഡ് വേല കാണിക്കണം. അപ്പൊ ഞാനും ഒരു എച്ചി ആവൂലേ? ആണല്ലോ. അല്ല, ആവണമല്ലോ. എങ്കിലേ നമുക്കും നേടാൻ പറ്റും. ആദ്യം ആ ഫ്ലാറ്റ് കയ്യിൽ ഒതുക്കണം. എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഇതൊക്കെ പറഞ്ഞെന്ന് ആരോടും പറയരുത്. പറഞ്ഞ ഞാൻ ഇനി ഒരു കാര്യത്തിനും സഹായിക്കില്ല. ഇല്ല. ആരുടെ ഈ ഫ്ലാറ്റ്? മേജർ ശ്രീകണ്ഠൻ നായർ, നമ്പർ 19 4th Avenue, ടി നഗർ, മദ്രാസ്, പിൻ 6017. മേജർ ശ്രീകണ്ഠൻ നായർ, 4th Avenue, നമ്പർ 19. കാശ് എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ അവനെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കണം. പാത്രം അറിഞ്ഞു വേണമല്ലോ ഭിക്ഷ കൊടുക്കാൻ. ഏത് പാത്രത്തിൽ വേണം എന്ന് ഉപദേശിച്ചാൽ മതി. ആത്മപ്രശംസ എനിക്ക് ഇഷ്ടമല്ല. ഇവിടുത്തെ ചീഫ് എഡിറ്ററിനേക്കാളും മാനേജ്മെന്റ് തലത്തിൽ എനിക്ക് പിടിപാടുണ്ട്, ആൾ സ്വാധീനമുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ നീയാ തീരുമാനിക്കേണ്ടത്. മുഖസ്തുതിയാണെന്ന് വിചാരിക്കരുത്. ചേട്ടന്റെ മുഖം കണ്ടാൽ അറിയാം ചേട്ടൻ ഇതിന് പറ്റിയ ആളാണ്. കാശൊരു പ്രശ്നമല്ല, സംഭവം നടന്നാൽ മതി. കാശ് പ്രശ്നമാണ്, സംഭവം നടക്കും. ഏറ്റല്ലോ. ഹലോ, ശ്യാമല്ലേ? ശത്രു സജീവമായി മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏത് നിമിഷത്തിലും എന്തും സംഭവിക്കും. മനസ്സിലായി. ശത്രുവിന്റെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിക്കാൻ ഏർപ്പാട് ചെയ്യാനൊന്നുമില്ല. ഞാൻ നേരിട്ട് ഈ കേസിൽ ഇടപെടുക. സാമ്പത്തിക ലാഭം മാത്രമാണ് എനിക്ക് ഈ കേസിലുള്ള താല്പര്യം എന്നറിയിച്ചുകൊള്ളുന്നു. വെക്കട്ടെ, ബായ്. ആവശ്യത്തിനുതകുന്ന സുഹൃത്താണ് യഥാർത്ഥ സുഹൃത്ത്. മൂക്കി തൊടാ ഇങ്ങനെ തൊട്ടാ പോരെ, ഇങ്ങനെ ചുറ്റണോ? കാര്യം പറഞ്ഞു തൊലയണ്ണ. അതായത് ശ്യാം ഇപ്പോൾ ജീവിക്കുന്ന പോലെ ആ ഫ്ലാറ്റിൽ ഞാൻ ജീവിക്കുന്നു എന്ന് വെക്ക. അതങ്ങനെ? അങ്ങനെ വെക്ക്. വെച്ചു. ഒപ്പം ഈ പെൺകുട്ടികളും ഉണ്ടെന്ന് വെക്ക്. അതങ്ങനെ? അങ്ങനെ വെക്ക്. വെച്ചു. നിനക്ക് ഞാൻ ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം തരുന്നെന്ന് വെക്ക്. നടക്കാത്ത കാര്യം ചുമ്മാ എന്തോ. അങ്ങനെ വെക്കണ്ട കുട്ടപ്പാ. വെച്ചു. എന്നാൽ നീ ഇപ്പൊ അവന് ചെയ്യുന്ന പണി നിർത്തി അതേ പണി എനിക്ക് ചെയ്യൂ. അത് ശരി. അപ്പൊ അണ്ണൻ പാരവയ്ക്കാൻ ഇറങ്ങിയിരിക്കാനല്ലേ? ഏയ്, അങ്ങനെയൊന്നുമില്ല. അവനിപ്പം സ്ഥലമാറ്റം കിട്ടി പോവുകയോ മറ്റോ ചെയ്താലും അവൻ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഈ സെറ്റപ്പ് നമ്മൾ നിലനിർത്തിക്കൊണ്ടു പോകണ്ടേ? അല്ല, അതാണല്ലോ അതിന്റെ ഒരു. അണ്ണനാണ് അണ്ണ ആത്മാർത്ഥ സുഹൃത്ത്. ഇങ്ങനെ കുറെ സുഹൃത്തുക്കളെ കിട്ടിയാൽ മതിയല്ലോ ജീവിതം ധന്യമാകാൻ. ഏതായാലും എന്റെ കാര്യത്തിൽ പേടിക്കണ്ട. ചിക്കിലി കറക്റ്റായിട്ട് കിട്ടിയാ ഞാൻ ആർക്ക് വേണ്ടിയും എന്ത് പണിയും ചെയ്യും. അതാണ് കുട്ടപ്പന്റെ ഒരു തത്വം. ഉറപ്പാണല്ലോ? ഉറപ്പ്. ഷുഗർ ആണല്ലോ? ഷുഗർ. അപ്പൊ എനിക്ക് മുന്നോട്ട് പോകാമല്ലോ? അണ്ണാ മുമ്പ്. എന്നാലും ഈ വയസ്സുകാലത്ത് അമ്മായിയെ കൊണ്ട് അവനിങ്ങനെ പണിയെടുപ്പിക്കാൻ കഴിയുമോ? ആ കണ്ണിച്ചോരയില്ലാത്തവൻ. ശരി, പോട്ടെ. ചെയ്യുന്ന പണിക്കനുസരിച്ച് കാശ് തരുന്നുണ്ടോ? ഒരിട്ട് സ്നേഹം തരുന്നുണ്ടോ? എത്രയാ? 150 ഉലുവ. മഹാഭാവി. അടിമപ്പണി എന്നേ ഈ ലോകത്ത് അവസാനിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ ഇന്നും ഈ 4 ചുവരുകൾക്കുള്ളിൽ അമ്മായിയെ അടിമയാക്കി വെച്ചിരിക്കുകയാണ് അലവലാതി. ഒന്ന് ആലോചിക്കുമ്പോ കുട്ടി പറഞ്ഞതൊക്കെ ശരിയാ. പക്ഷേ ഇതൊക്കെ ഒരു പിള്ളേര് കളിയായിട്ടേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ. അതാണ് അമ്മായിക്ക് പറ്റിയ തെറ്റ്. ഒന്നും അങ്ങോട്ട് പറയാതിരിക്കുക. അതാണ് അവന് വളം. അവന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതിന് ഇരട്ടി ശമ്പളം ഞാൻ തരും. ഇതിന് ഇരട്ടി സ്നേഹം ഞാൻ തന്നേനെ. കൂടുതൽ സംസാരിച്ച എന്റെ മൂന്നൊക്കെ ധ്യാനം തരും. അമ്മായി ഒരിക്കലും. പന്ന കഴിവറുടെ മോനെ, നീ എനിക്കൊരു പാരയും വാങ്ങിച്ചോണ്ട് ആളിനോടാ ബോംബെന്ന് വന്നിരിക്കുന്നത്. എന്തോന്ന് വാങ്ങിച്ചെന്നാ അളയാ? ഈ പുറപ്പെടുന്ന ധൃതിയിൽ അളയിൽ ഒന്നും മേടിക്കാൻ പറ്റിയില്ല. പക്ഷെ ഞാനൊരു സംഭവം മേടിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിട്ട് വെച്ചത് ഞാൻ അറിഞ്ഞു. അതെ, വാങ്ങിക്കാനല്ല, അതിലും വലിയ ഒന്ന് കനച്ച് തരാനാ വന്നിരിക്കുന്നത്. നീ ഇനി ഇവിടെ ഒരു നിമിഷം താമസിച്ചാൽ നിന്റെ കൈയും കാലം അടിച്ചൊടിച്ച് ഉത്തരത്തി തൂക്കും.
മാറണേ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെട്ടാണല്ലോ നിങ്ങളും വായിക്കും. അറബി കൂടാരത്തിൽ ഒട്ടകത്തിന് സ്ഥലം കൊടുത്ത മാതിരി ആയാലോടാ നിന്നെ കയറ്റി താമസിപ്പിച്ചത്. എന്നെ ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് സുഖലോലുപനായിട്ട് കഴിയാന്ന് വിചാരിച്ചു അല്ലടാ. നിന്നെ കൂടും കുടുക്ക എടുക്കും. നീ ഒന്നും ആലോചിക്കണേ. അടിച്ചു പൊട്ടിക്കും. ഇതെല്ലാം കെട്ടിപ്പറക്കരുതുകൊണ്ട് ഇവിടെ ഇപ്പൊ ഇറങ്ങണം. ഇപ്പൊ ഇറങ്ങണം. ഒന്നുകൂടി ആലോചിച്ച് മിണ്ടിപ്പോരുത്. അവസാന തീരുമാനമാണോ? നീ എന്റെ അത് ചവിട്ട് വാങ്ങിച്ചാലേ ഇറങ്ങുള്ളൂ. ഗുഡ് ബൈ. ഇനി ഞാൻ എവിടെ പോകാൻ? ആ ശ്രീകണ്ഠൻ നായരുടെ അല്ല പിന്നെ ശ്രീകണ്ഠൻ നായരോ? അല്ലടേ, ആ ശ്രീകണ്ഠൻ നായർ അഡ്രസ് എന്തോന്ന്? നമ്പർ 19 4th Avenue ടി നഗർ. അല്ല ശ്രീകണ്ഠൻ നായർ നീയായിട്ട് എന്താ ബന്ധം? ഒരു ബന്ധമില്ല. അല്ല പുള്ളിക്ക് ഇതുപോലെ വല്ല ഫ്ലാറ്റുകളും സൂക്ഷിക്കാനുണ്ടോ എന്ന് ഞാനൊന്ന് അല്ല ഞാൻ പറഞ്ഞോട്ടെ. നമ്മൾ തമ്മിൽ പല പ്രശ്നങ്ങളും കാണും. അത് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? നമ്മൾ തമ്മിൽ എന്തോന്ന് പ്രശ്നം? ഞാൻ ആ ശ്രീകണ്ഠൻ നായരെ ഒന്ന് കാണുന്നു, ചില പ്രശ്നങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു. ഈ ഡിസ്കസ് ചെയ്യാനേ നീയും ശ്രീകണ്ഠൻ നായരുമായിട്ട് വല്ല പാർട്ട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നുണ്ടോ? വേണ്ടറിയാ വേണ്ട. മുന്നോട്ട് വെച്ച കാല് മുന്നോട്ട് തന്നെ പോട്ടെ. അതാണളിയാ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് പോരട്ടെ. അതാണളിയാ സ്നേഹം. വേണ്ടളിയാ അതിസ്നേഹം ബദ്ധവിരോധം എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഞാൻ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ അതിസ്നേഹമാകും, വെട്ടും കുത്തും. ആരെ കുത്തും? ഞാനോ? അളിയന് വേണമെങ്കിൽ എന്റെ നെഞ്ചത്ത് കുത്തിക്കോ. പക്ഷെ നമ്മുടെ സ്നേഹം നിലനിൽക്കാൻ വേണ്ടി ഞാൻ 1 or 2 കുത്ത് സഹിക്കും. പക്ഷെ നീ ഒരു കാര്യം ഓർമ്മിച്ചോ, എന്നെ പോലൊരു ആത്മാർത്ഥ സുഹൃത്തിനെ ലൈഫിൽ നീ മഷീട്ട് നോക്കിയാൽ പോലും കിട്ടില്ല. ഈ പറഞ്ഞതിന് മാറ്റമുണ്ടോ? ഇല്ല. ഉറപ്പാണല്ലയാ കൊടലേ കൈ? ഉറപ്പാണല്ലോ അല്ലേ? കൊടലേ കൈ. അങ്ങനെയാണ് നീ ആ ഒളിച്ചു വെച്ചിരിക്കുന്ന ആ സ്കോച്ചിനകത്തുനിന്ന് ഒരു പെക്കിങ് എടുത്തത്. ഞാൻ കണ്ട് ഗുഡ് ബൈ. അയ്യോ അല്ല അമ്മായി എവിടെ പോന്നു? എങ്ങോട്ടെങ്കിലും. എനിക്ക് വയ്യ, ഇവിടെ നിൽക്കാൻ ഒട്ടും വയ്യ. അമ്മായി ഞങ്ങളുടെ പ്രശ്നം തീർന്നമ്മായി. അമ്മായി എങ്ങോട്ടും പോവില്ല. പിള്ളേരുടെ കുസൃതിയാണെന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് സഹിച്ചു. ഇനി അങ്ങോട്ട് വയ്യ, ഞാൻ പോകുന്നു. അമ്മായി ഞാൻ വിടൂല. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് അമ്മയുള്ള സ്നേഹം കൊണ്ടല്ലേ. അളിയാ ഒരു അമ്മയെ പോലെ അളിയാ ഞാൻ അമ്മയെ സ്നേഹിക്കുന്നത്. സ്നേഹം എന്നെ തള്ളേന്ന് വിളിച്ചതും തള്ളി താഴെയിട്ടതും ഒക്കെ സ്നേഹം കൊണ്ടാണെന്ന് വിചാരിക്കാൻ എനിക്ക് വിഷമമുണ്ട്. ഈ തള്ള എന്ന് പറഞ്ഞാൽ ആരാ? അമ്മ. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇവന്റെ അമ്മയെ തള്ളി താഴെയിട്ടാലും ഞാൻ പറയും അത് സ്നേഹത്തിന്റെ പുറത്താണെന്ന്. അതെ അമ്മായി ഒരു കാര്യം ആലോചിക്കണം. കുറച്ചു മുമ്പ് ഇവനെ ഞാൻ കഴുത്തിന് പിടിച്ച് ഞെരിച്ച് ഇവിടെ 4 പ്രാവശ്യം തലക്കടിച്ചില്ലേ? എന്നിട്ട് മുമ്പ് പറഞ്ഞോ എന്താ സ്നേഹം? ആത്മാർത്ഥ സ്നേഹം. അമ്മായി ഞങ്ങളുടെ സ്നേഹത്തിന്റെ വിജയത്തിന് വേണ്ടി അമ്മ ഒരു സ്മോൾ അടിക്കണം. വായിലൊഴിച്ച് കുറേ കഴിക്കണം. എങ്ങും പോകണ്ട അമ്മായി, എങ്ങും പോകണ്ട. വാളിയാ നമുക്ക് സ്റ്റൈലായിട്ട് കുടിക്കാം. എന്താന്ന് ഇതാ അണ്ണാ അയ്യോ അണ്ണാ അയ്യോ ചതിച്ചണ്ണാ അണ്ണോ. അണ്ണന്റെ മുറപ്പണ്ണു ഒരു തടിയിൽ ഇവിടെ താഴെ നിൽക്കുന്ന ആ കൂടെയുള്ള തടീനെ കണ്ടിട്ട് അണ്ണന്റെ സ്വന്തക്കാരാണ് തോന്നുന്നു. വേറും ചത്തല്ലോ. എങ്കിൽ എന്റെ അമ്മാവനെ ശ്രീകുട്ടിയുടെ അച്ഛൻ എല്ലാ ഗെറ്റടി അമ്മ വന്നിരിക്കുന്ന പെണ്ണ് കാണാൻ. പിന്നെ വളരെ ബഹുമാനത്തോടെ ഇരിക്കണം. എനിക്ക് എന്റെ അച്ഛനേക്കാൾ പേടിയാണ് അമ്മാവനെ. പിന്നെ ഒന്നും ചോദിക്കാൻ പറയൊന്നും വേണ്ട. വാ. പിന്നെ കൂടെ ഉള്ളത് മറ്റാരുമല്ല, വകയിൽ എന്റെ ഒരു പെങ്ങളാ. ഒന്നും തെറ്റിദ്ധരിക്കരുത്. എന്തൊന്നും തെറ്റിദ്ധരിക്കും. പിന്നെ അമ്മാവനെ കാണാൻ ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. കത്ത് എഴുതിയിരുന്നെങ്കിൽ ഞാൻ എയർപോർട്ടിലെ പിന്നെ ബസ് സ്റ്റാൻഡിലെ അല്ല പിന്നെ
പിന്നെ ട്രെയിനിലാണ് ടാക്സിയിലാ. അത് ശരി. പിന്നെ ഇതെന്റെ കൂട്ടുകാരൻ അനിൽ. ഇവന്റെ വീടാ ഇത്. സ്വന്തം വീടാ, വാടകയൊന്നുമല്ല. ഇത് ഡ്രൈവർ കുട്ടപ്പൻ, നല്ല അന്തസ്സുള്ള ചെറുപ്പക്കാരൻ. ഡ്രൈവർ? അതെ. നീ വണ്ടി വാങ്ങിച്ചോ? വാങ്ങിച്ചു, പക്ഷേ വാങ്ങിച്ചോ പിന്നെ വാങ്ങിച്ചതല്ല. പിന്നെ ഞാൻ കാറിലാണ് കൂടുതൽ സഞ്ചാരം. അതിനുള്ള കാശെല്ലാം കമ്പനി തരും. നല്ല അന്തസ്സുള്ള കമ്പനി. വരണം കഥ തുറക്കാം. വരണം ഇരിക്കണം. പിന്നെ അനിലിന്റെ അമ്മയും സഹോദരിയും താമസിക്കുന്ന സ്ഥലത്ത് എനിക്കെന്ത് കാര്യം എന്ന് അമ്മാവൻ ചിന്തിക്കുന്നുണ്ടാവും. കഷ്ടമാണ് അമ്മാവ. അനിലിന്റെ ഏക സഹോദരി ബ്രെയിൻ ട്യൂമർ പിടിപെട്ട് മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. നീയാണോ ചികിത്സ? കണ്ടോ, ഞാൻ പറഞ്ഞിട്ടില്ലേ, അമ്മാവൻ അങ്ങനെ ഇരിക്കുമ്പോ ചില കാച്ച് നമ്മള് ചിരിച്ചിരിച്ച് സമാധാനക്കാരനാണെന്ന് പറഞ്ഞെങ്കിലും ഇത്ര വലിയ ഞാൻ എന്ത് പറഞ്ഞാ നിങ്ങൾ ചിരിക്കുന്നേ? അമ്മാവൻ സീരിയസ് ആയിട്ട് ചോദിച്ചാണോ? സോറി അമ്മാവ. നിമിഷങ്ങൾ എണ്ണി കഴിയുന്ന പെങ്ങളെ ഓർത്ത് നെഞ്ചുരുകുന്ന അനിലിനെ ആശ്വസിപ്പിക്കാൻ ഞാനിവിടെ അങ്ങ് കൂടിയെന്നേ ഉള്ളൂ. ചേട്ടൻ പറഞ്ഞാൽ ഇതാണോ? അതെ അതെ. അയ്യോ, ചുമ്മാ ഇങ്ങനെ കാര്യം പറയാൻ നോക്കുന്നു. അമ്മാവ സാരമില്ല അമ്മാവ, പ്രശ്നം അവസാനിക്കാൻ പോകുന്നുണ്ട്. ആരെ കണ്ടാലും പതിവാ. അമ്മാവന്റെ ആദ്യത്തെ അനുഭവം ആയതുകൊണ്ട് ഞെട്ടിപ്പോയതേ ഉള്ളൂ. കണ്ടാ തോന്നില്ല അല്ലേ മോളെ? എലീന ഒരു ക്രിസ്ത്യൻ പെണ്ണാണെന്ന് കണ്ടാ തോന്നുകയില്ലെന്ന്. അതല്ല, എന്നെ വിളിച്ചോ? മനസ്സിലായി കാണുമല്ലോ. ചായ? വേണ്ട, നേരമില്ല. അത് പറ്റില്ല. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? വിവാഹം നീട്ടിക്കൊണ്ടുപോയാൽ? നീട്ടുന്നില്ലല്ലോ. അന്ന് തീരുമാനിച്ച പോലെ തന്നെ എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മാവയും കൂടി ഒരു തീരുമാനം എടുത്ത് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം. എനിക്കാണെങ്കിൽ കല്യാണം കഴിക്കാൻ ധൃതിയായി. എത്ര നാളായിട്ടാ ഞാൻ ഇവിടെ ഒറ്റത്തടിയായിട്ട്. ആ വിചാരം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അറിയിച്ചാൽ അപ്പൊ തന്നെ കല്യാണം നടത്തി തരില്ലേ? പിന്നെ അമ്മാവന് ഞാൻ അന്യജാതിപ്പെട്ട ഒരു ക്രിസ്ത്യാനി പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്ന വിവരം അറിയാൻ പറ്റുമോ? അല്ല, എലീന ക്രിസ്ത്യൻ ആണല്ലോ. അപ്പൊ കല്യാണത്തിന് പിന്നെ അവരുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അവരൊക്കെ വരും. യാഥാസ്ഥിതികനായ അമ്മാവനെ അത് ഇഷ്ടപ്പെടുമോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കല്യാണത്തെ സംബന്ധിക്കാൻ പറഞ്ഞ പോലെ മതം നോക്കാൻ മാത്രം അല്ല, അത്രയ്ക്ക് പഴഞ്ചൊന്നുമില്ല. എനിക്കത് മനസ്സിലായി. പക്ഷെ അതെ, ഇങ്ങനൊരു സന്ദർഭത്തിൽ എലീനയ്ക്ക് മാനസികമായ ആഘാതം ഉണ്ടാക്കുന്ന ശരിയല്ലോ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായില്ലേ? എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നു. അതാ നല്ലത്. അപ്പൊ ചായ വേണ്ട. നീ എന്നാ അങ്ങോട്ട് വരുന്നത്? തീയതി നിശ്ചയിക്കണം. ഒരാഴ്ചക്കകം ഞാൻ അവിടെ പറഞ്ഞെത്തും. ഇപ്പൊ എല്ലാ പ്രശ്നവും തീർന്നു. കമ്പനി വണ്ടി കൊണ്ടുവിടും. കമ്പനി വണ്ടി കൊണ്ടുവിടും. അമ്മാവനെ എലിനെ ഇഷ്ടപ്പെടുമെന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. ഗ്രീൻ സിഗ്നൽ കിട്ടി. നമ്മൾ കമ്പനിക്കാരെ പോകാം സാർ. നിന്റെ നോക്കാൻ എനിക്ക് ആവശ്യമില്ല. വരാൻ അറിയാമെങ്കിൽ പോകാനും അറിയാം. കേറുമ്പോളെ ഇതാ ഇതിൽ തന്നെ പോണോ സാർ? നമുക്ക് കമ്പനിക്കാരെ പോയാ പോരെ സാർ? ഒന്നും പറയണ്ട, പോ. അയ്യോ, അടുത്ത പീസ് മുകളിലുള്ള രണ്ടും കൂടെ ഇടിച്ച് തൊലയും. എലീന എന്ന് വരും? വരുമ്പോ അറിയിക്കാം. മറ്റന്നാളത്തെ ഫ്ലൈറ്റിന് തിരിച്ചു വരും. ഞങ്ങൾ കാത്തിരിക്കും. അയ്യോ, അവിടെ ആരുമില്ല. വീട് പൂട്ടിയിട്ടിരിക്കുക. പൂട്ടിയാൽ തന്നെ നമ്മുടെ താക്കോലില്ല. താക്കോലുണ്ടെങ്കിൽ തുറക്കണം. എങ്ങനെ? അവരെല്ലാം ഇല്ല. എന്താ കുട്ടപ്പേ പറയുന്നത്? അതല്ല. അയ്യോ, തൊലഞ്ഞ് ഇന്ന് ലോക അവസാനം. ലിഫ്റ്റ് വരുന്നില്ലല്ലോ. മുകളിലോട്ട് വരിക. ഇപ്പൊ വരും. ഇപ്പൊ വരും. Bye, Elena. Wish you a happy flight. Hi. Anil. Hi. പോയോ? Come. വരൂ. കുട്ടപ്പാ, വണ്ടി എടുക്ക. എന്താടാ? അപ്പൊ കണ്ടില്ലേ? എന്തോന്ന്? നിനക്ക് എന്താടാ വണ്ടി എടുക്കാൻ? എന്തായാലും വേണം.
ടിക്കമ്മായി. Yes, coming. എന്താ ബോംബെ ഫ്ലൈറ്റ്. ബോംബെ? ഹായ് അനിൽ. ഹലോ. അന്നെന്താ ലീവിലാണോ? അതെ. ഫ്ലൈറ്റ് സമയം മാറ്റിയപ്പോ വലിയ സൗകര്യമായി. ഇന്ദുവിന് അത് വളരെ സൗകര്യമായി, പക്ഷെ മറ്റു പലർക്കും അത് വളരെ അസൗകര്യമാണ്. അതെന്താ? അല്ല, ഈ അപ്രതീക്ഷിതമായ ലാൻഡിങ്ങും ടേക്ക് ഓഫും നമ്മുടെ ഒരു ടൈമിങ്സ് കംപ്ലീറ്റ് തെറ്റിപ്പോകുമേ. ഇപ്പോഴത്തെ ടൈമിംഗ് യാത്രക്കാരുടെ സൗകര്യാർത്ഥം ചെയ്തതാണ്. പലർക്കും ഈ സമയം മാറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉണ്ട്, എങ്കിലും ഈ സമയമാറ്റം കാരണം പ്രോഗ്രാംസ് കംപ്ലീറ്റ് തെറ്റി വെള്ളം കുടിക്കുന്നവരെ എനിക്കറിയാം. ആരാ? അത് നമ്മുടെ ഒരു ഫ്രണ്ടാണ്. കാരണം പുള്ളിക്ക് പഴയ സമയങ്ങളായിരുന്നു സൗകര്യം. അങ്ങനെ ഓരോരുത്തരെ സന്തോഷിപ്പിച്ച് ഫ്ലൈറ്റ് ചാർട്ട് ചെയ്യാൻ എയർലൈൻസിന് കഴിയുമോ? അതില്ല, കുറച്ചുനാൾ ഒരാൾ സൂഹിക്കുമ്പോ ബാക്കി കുറച്ചുനാൾ വേറൊരാൾ സൂഹിക്കണമല്ലോ. അതാണല്ലോ അതിന്റെ ഒരു ന്യായം. ദാറ്റ്സ് റൈറ്റ്. എന്ത് പറ്റി? എന്ത് പറ്റിയെന്നറിയില്ല. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോ ഒരു കൊളുത്ത് വീണ പോലെ ഇവിടെ ഒരു പെയിൻ. വശക്കരായിട്ട് തിരിയോ മറിയോ ചെയ്തു കാണും. ഞാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട. എന്താ പറഞ്ഞോളൂ. ഇന്ദു തെറ്റിദ്ധരിക്കും. ഞാനോ? എന്തിന്? ഷുവറായിട്ട് തെറ്റിദ്ധരിക്കില്ലല്ലോ. ഇല്ലെന്നേ. സത്യം. സത്യം. പിള്ള മനസ്സിൽ കള്ളമില്ലെന്ന് പറയും. അതുകൊണ്ട് ഞാൻ പറയുക, എന്റെ അച്ഛൻ ഒരു തടവുകാരനായിരുന്നു. ഓ, ഐ എം സോറി. അയ്യോ, എത്ര വർഷം കിടന്നു? എവിടെ? ജയിലിൽ. അയ്യോ, ആ തടവല്ല, ഐ മീൻ ഈ തടവ്. ഞങ്ങൾ ഒരു ആയുർവേദിക് ഫാമിലിയാണ്. റിയലി? യെസ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഈ വേദന ഞാൻ വിചാരിച്ചാൽ നിഷ്പ്രയാസം മാറും. പ്ലീസ് ഹെൽപ്പ് മീ അനിൽ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേണ്ട. ഇന്ദു അകത്തെന്ന് ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അവിടെ റെസ്റ്റ് എടുത്തോളൂ. ഞാൻ എണ്ണയുമായിട്ട് അങ്ങ് വരാം. ഓക്കെ. അയ്യോ, ഇത് നല്ല ഇനമാ. കംപ്ലീറ്റ് തടയാൻ. റിലാക്സ്, 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 റിലാക്സ്. ഉളുക്ക് പോയി. പോയോ? ഇങ്ങനെ അങ്ങനെ പോവാൻ വഴിയില്ലല്ലോ. പോയി. ഉളുക്കിന് പോലും നമ്മളെ പിടിക്കുന്നില്ല. ആ